രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഇന്ന് 5-ാമത്തെ ദശകത്തിലെ 4, 5, 6 ശ്ലോകങ്ങൾ നോക്കാം. ആദ്യം 4-ാമത്തെ ശ്ലോകം. മായാസന്നിഹിതോ പ്രവിഷ്ടവപുഷാ സാക്ഷീതി ഗീതോ ഭവാൻ ഭേദൈസ്താം പ്രതിബിംബതോ വിവിശിവാൻ ജീവോऽപി നൈവാപരഃ കാലാദിപ്രതിബോധിതാഥ ഭവതാ സഞ്ജോതിതാ ച സ്വയം മായാ സാ ഖലു ബുദ്ധിതത്വമസൃജത് യോത്സൗ മഹാനുച്യതേ. പദമുറിച്ച് പറയാം. മായാസന്നിഹിത അപ്രവിഷ്ടവപുഷ മായാസന്നിഹിതോപ്രവിഷ്ടവപുഷ സാക്ഷി ഇതി ഗീതഃ ഭവാൻ ഭേദൈസ്താം പ്രതിബിംബതഃ വിവിശിവാൻ ജീവോऽപി ന ഏവ അപരഃ നൈവാപരഃ കാലാദിപ്രതിബോധിത ഭവതാ സഞ്ജോതിത ച സ്വയം മായാ സാ ഖലു ബുദ്ധിതത്വം അസൃജത് യോസൗ മഹാനുച്യതേ. മായാസന്നിഹിത മായയോട് ചേർന്ന് നിൽക്കുന്നതും അപ്രവിഷ്ടവപുഷ മായയിൽ പ്രവേശിച്ചിട്ടില്ലാത്ത സ്വരൂപത്തോടു കൂടിയതും എന്ന് പറയുമ്പോൾ മായയോട് ചേർന്ന് നിൽക്കുന്നതും എന്നാൽ മായയിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതും അങ്ങനെയുള്ള സ്വരൂപത്തോടു കൂടിയതുമായ ഭവാൻ അങ്ങയെ സാക്ഷി ഇതി ഗീതഃ സാക്ഷി എന്നാണ് പുകഴ്ത്തി പറഞ്ഞിട്ടുള്ളത്. താം അതിൽ ആ മായയിൽ ഭേദൈഹി ഉപാധിഭേദങ്ങളോടെ പ്രതിബിംബമായിട്ട് വിവിശിവാൻ പ്രവേശിച്ച ഭവാൻ ഏവ അങ്ങ് തന്നെയാണ് ജീവഃ അഭി ജീവാത്മാവും അപരഃ ന ഏവ അപരൻ ഇല്ല തന്നെ. അതിനുശേഷം പ്രകൃതി ഉണർന്നതിന് ശേഷം എന്ന് പറയുമ്പോൾ ഏകനായ ഈശ്വരൻ അനേകനായി ഭവിക്കണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ഒന്നായ തനിക്ക് പലതാവണമെന്ന് ആഗ്രഹിച്ചിട്ട് മായയെ ഒന്ന് നോക്കിയപ്പോൾ മായ ഉണർന്നു. അതിനുശേഷം കാലാദിപ്രതിബോധിത കാലം, കർമ്മം, സ്വഭാവം എന്നിവയാൽ ഉണർത്തപ്പെട്ടും ഭവതാ സഞ്ജോതിത ച അങ്ങയാൽ പ്രേരിപ്പിക്കപ്പെട്ടും സാ മായ ഖലു ആ മായ തന്നെ ബുദ്ധിതത്വത്തെ സ്വയം അസൃജത് സൃഷ്ടിച്ചു. യഹ അസൗ അത് യാതൊന്നാണോ അതിനെ മഹാൻ ഉച്യതേ മഹത്തത്വം എന്ന് പറയുന്നു. ആ ബുദ്ധിതത്വത്തെ മഹത്തത്വം എന്ന് പറയുന്നു. അപ്പോൾ മായയോട് ചേർന്ന് നിൽക്കുന്നതും എന്നാൽ മായാബന്ധം ഒട്ടും ഇല്ലാത്തതും എന്ന് പറഞ്ഞാൽ സുഖ ദുഃഖാദികളുടെ സംബന്ധം തീരെ ഇല്ലാത്തതും അങ്ങനെ മായയിൽ പ്രവേശിച്ചിട്ടില്ലാത്ത സ്വരൂപത്തോടു കൂടിയതുമായ അങ്ങയെ സാക്ഷി എന്നാണ് പറയപ്പെടുന്നത്. ആ മായയിൽ ഉപാധിഭേദങ്ങളോടെ പ്രതിബിംബമായിട്ട് പ്രവേശിച്ച അങ്ങ് തന്നെയാണ് ജീവാത്മാവ്, വേറെ ഒന്നും തന്നെ അല്ല. പരമാത്മാവിൻ്റെ തന്നെ പ്രതിബിംബങ്ങളാണ് ജീവാത്മാക്കൾ. അങ്ങനെ പ്രകൃതി ക്ഷോഭിച്ചതിന് ശേഷം കാലം, കർമ്മം, സ്വഭാവം എന്നിവയാൽ ഉണർത്തപ്പെട്ടും ഭഗവാനെ അങ്ങയാൽ പ്രേരിപ്പിക്കപ്പെട്ടും എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തിലെ എന്തെല്ലാം സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നുവെങ്കിലും അതെല്ലാം ഭഗവാന്റെ പ്രേരണ കൊണ്ടാണ്. തസ്യ ഇച്ഛാംബിന തൃണമഭി ന കമ്പയേതെന്നാണ്. ഭഗവാന്റെ നിർദ്ദേശമില്ലാതെ ഒരു പുൽക്കൊടി പോലും ഈ പ്രപഞ്ചത്തിൽ അനങ്ങുന്നില്ല എന്നാണ്. അങ്ങനെ ഭഗവാന്റെ പ്രേരണയോടുകൂടി മായ സ്വയം ബുദ്ധിതത്വത്തെ സൃഷ്ടിച്ചു. ആ ബുദ്ധിതത്വത്തെ മഹത്തത്വം എന്ന് പറയുന്നു.
ഇനി 5-ാമത്തെ ശ്ലോകം. തത്രാസൗ ത്രിഗുണാത്മകോപി ച മഹാൻ സത്വപ്രധാനഃ സ്വയം ജീവേസ്മിൻ ഖലു നിർവികൽപമഹമിത്യുദ്ബോധ നിഷ്പാദകഃ ചക്രേസ്മിൻ സവികൽപബോധകമഹം തത്വം മഹാൻ ഖല്വസൗ സമ്പുഷ്ടം ത്രിഗുണൈസ്തമോതി ബഹുലം വിഷ്ണോ ഭവത്പ്രേരണാത്. പദമുറിച്ച് പറയാം. തത്ര അസൗ ത്രിഗുണാത്മകഃ അപി ത്രിഗുണാത്മകോപി ച മഹാൻ സത്വപ്രധാനഃ സ്വയം ജീവേസ്മിൻ ഖലു നിർവികൽപം അഹം ഇതി ഉദ്ബോധ നിഷ്പാദകഃ. നിർവികൽപമഹമിത്യുദ്ബോധ നിഷ്പാദകഃ ചക്രേസ്മിൻ സവികൽപബോധകം അഹം തത്വം മഹാൻ ഖലു അസൗ സമ്പുഷ്ടം ത്രിഗുണൈഃ ത്രിഗുണൈസ്തമോതി ബഹുലം വിഷ്ണോ ഭവത് പ്രേരണാത്. തത്ര അതില്, അമായ കാര്യങ്ങളില്, അസൗച്ച മഹാൻ ഈ മഹത്തത്വം, ത്രിഗുണാത്മകഃ അപി ത്രിഗുണങ്ങളോട് കൂടിയതാണെങ്കിലും സത്വരജസ്തമോ ഗുണങ്ങളോട് കൂടിയതാണെങ്കിലും സത്വപ്രധാനഃ സത്വഗുണപ്രധാനമായിട്ട് അസ്മിൻ ജീവേ ഈ ജീവനില് സ്വയം തന്നെ നിർവികൽപ്പം അഹം ഇതി. നിർവികൽപ്പം എന്ന് പറയുമ്പോൾ വികൽപ്പങ്ങളില്ലാത്ത, അത് ഇത് ഞാൻ എൻ്റെ എന്ന തോന്നലില്ലാത്ത. അപ്പോൾ വികൽപ്പങ്ങളില്ലാത്ത ഞാൻ എന്ന തോന്നലിനെ ഉദ്ബോധ എന്ന് പറഞ്ഞ തോന്നലിനെ നിഷ്പാദകഃ ഖലു ഉളവാക്കുന്നുവല്ലോ. ഹേ വിഷ്ണു, ഗുരുവായൂരപ്പ, അസൗ മഹാൻ ഖലു ഈ മഹത്തത്വം തന്നെ ഭവത്പ്രേരണാത് അങ്ങയുടെ പ്രേരണ കൊണ്ട് അസ്മിൻ ഈ ജീവനില് ത്രിഗുണൈഹി സമ്പുഷ്ടം സത്വരജസ്തമോ ഗുണങ്ങളാൽ സമ്പുഷ്ടവും എന്ന് പറഞ്ഞാൽ 3 ഗുണങ്ങളോട് കൂടിയതും തമഹ അതിബഹുലം തമോ ഗുണത്തിൻ്റെ ആധിക്യമുള്ള തമോ ഗുണപ്രധാനമായ സവികൽപബോധകം വികൽപ്പത്തിൻ്റെ ബോധം ഉളവാക്കുന്ന എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ അത് ഇത് എന്ന തോന്നൽ ഉളവാക്കുന്ന അഹം തത്വം ചക്രേ അഹങ്കാരം എന്ന തത്വത്തെ സൃഷ്ടിച്ചു. അപ്പോൾ മായയിൽ നിന്ന് മഹത്തത്വം ഉണ്ടായതിനെക്കുറിച്ച് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു. ഈ മഹത്തത്വം നിർവികൽപഭാവത്തിലും സവികൽപഭാവത്തിലും നിലകൊള്ളുന്നതിനെക്കുറിച്ച് ഈ ശ്ലോകത്തിൽ പറയുന്നു. സത്വരജസ്തമോ ഗുണങ്ങളോട് കൂടിയതാണെങ്കിലും മഹത്തത്വം സത്വഗുണപ്രധാനമായതുകൊണ്ട് ഈ ജീവാത്മാവിൽ പരമാത്മാവിൻ്റെ പ്രതിബിംബത്തിൽ വികൽപ്പമില്ലാത്ത ഞാൻ എന്ന തോന്നലിനെ സ്വയം ഉളവാക്കുന്നു എന്ന് പറഞ്ഞാൽ അഹം എന്ന ബോധത്തെ സൃഷ്ടിക്കുന്നു. എന്നാൽ ഈ മഹത്തത്വം തന്നെ ഭഗവാനെ അങ്ങയുടെ പ്രേരണ കൊണ്ട് ഈ ജീവനിൽ ത്രിഗുണങ്ങളോടുകൂടിയതും തമോ ഗുണപ്രധാനമായതും വികൽപ്പത്തിൻ്റെ ബോധം ഉളവാക്കുന്നതുമായ അഹങ്കാരം എന്ന തത്വത്തെ സൃഷ്ടിച്ചു. അപ്പോൾ ത്രിഗുണാത്മകമായ മഹത്തത്വം സത്വഗുണപ്രധാനമായിട്ട് നിർവികൽപ്പമായ അഹംബോധത്തെ സൃഷ്ടിക്കുന്നു. ആ മഹത്തത്വം തന്നെ തമോ ഗുണപ്രധാനമായിട്ട് സവികൽപബോധജനകമായ അഹങ്കാരത്തെയും സൃഷ്ടിക്കുന്നു. ഇനി 6-ാമത്തെ ശ്ലോകം. സോഹം ച ത്രിഗുണക്രമാത് ത്രിവിധതാമാസാദ്യ വൈകാരികോ ഭൂയസ്തൈജസതാമസാവിധി ഭവന്നാദ്യേന സത്വാത്മനാ ദേവാനിന്ദ്രിയമാനിനോ ഗൃദദിശാബാധാർക്ക പാശ്യശിനോ വന്നീന്ദ്രാച്യുതമിത്രകാൻ വിധുവിധി ശ്രീരുദ്രശാരീരകാൻ. പദമുറിച്ച് പറയാം. സോഹം സഹ അഹം ച ത്രിഗുണക്രമാത് ത്രിവിധതാം ആസാദ്യ വൈകാരികഃ ഭൂയഃ തൈജസ താമസൗ ഇതി
ഭൂയസ്തേജസ താമസാവിധി ഭവൻ ആദ്യേന സത്വാത്മന ദേവാൻ ഇന്ദ്രിയമാനിനഃ അകൃത ദേവാനിന്ദ്രിയമാനിനോ കൃത ദിശ വാദ അർക്ക പാശി അശ്വിനോ ദിശാവാദാർക്കപാശി അശ്വിനോ വന്നി ഇന്ദ്ര അച്യുത മിത്രകാൻ വിധുവിധി ശ്രീരുദ്ര ശാരീരകാൻ. സ അഹം ച ആ അഹങ്കാരമാകട്ടെ ത്രിഗുണക്രമാത് സത്വരജസ്തമോ ഗുണങ്ങളുടെ ക്രമം അനുസരിച്ച് ത്രിവിധതാം ആസാദ്യ 3 വിധത്തിലാവുക എന്ന അവസ്ഥയെ പ്രാപിച്ച് വൈകാരിക ഭൂയഃ വൈകാരികമായിട്ടും തൈജസ താമസൗ ഇതീച്ച ഭവൻ പിന്നെ തൈജസം താമസം എന്ന സംജ്ഞകളും ഉള്ളതായിത്തീർന്നു. സാത്വികാഹങ്കാരം, രാജസാഹങ്കാരം, താമസാഹങ്കാരം, ഇങ്ങനെ അഹം തത്വം അഹങ്കാരം എന്ന തത്വം 3 വിധത്തിലായി എന്നർത്ഥം. സത്വഗുണത്തിൻ്റെ ആധിക്യമുള്ളത് സാത്വികം, രജോ ഗുണത്തിൻ്റെ ആധിക്യമുള്ളത് രാജസം, തമോ ഗുണത്തിൻ്റെ ആധിക്യമുള്ളത് താമസം. ആദ്യേന സത്വാത്മന അവയിൽ ആദ്യത്തേതായ സാത്വികാഹങ്കാരം കൊണ്ട് ദിശ വാദ അർക്ക പാശി അശ്വിനഃ ദിശ ദിക്ക്, വാദ എന്ന് പറയുമ്പോൾ വായു, അർക്കൻ ആദിത്യൻ, പാശി വരുണൻ, അശ്വിനഃ അശ്വിനി ദേവന്മാർ എന്നിവരും. ഇനി വന്നി ഇന്ദ്ര അച്യുത മിത്രകാൻ, വന്നി എന്ന് പറയുമ്പോൾ അഗ്നി, ഇന്ദ്ര ഇന്ദ്രൻ, അച്യുത ഉപേന്ദ്രൻ, മിത്രകാൻ മിത്രൻ എന്ന് പറഞ്ഞ പ്രജാപതി. ഇനി വിധു വിധി ശ്രീരുദ്ര ശാരീരകാൻ, വിധു ചന്ദ്രൻ, വിധി ബ്രഹ്മാവ്, ശ്രീരുദ്രൻ എന്ന് പറയുമ്പോൾ രുദ്രൻ, ശാരീരകാൻ ക്ഷേത്രജ്ഞൻ എന്നിങ്ങനെ ഇന്ദ്രിയമാനിനഃ ഇന്ദ്രിയങ്ങളുടെ ദേവതമാര് എന്ന് അഭിമാനിക്കുന്ന ദേവാൻ അകൃത ദേവന്മാരെ സൃഷ്ടിച്ചു. അപ്പോൾ ആ അഹങ്കാര തത്വം പിന്നീട് 3ആയി പിരിഞ്ഞു. ഓങ്കാരമായ പൊരുൾ 3ആയി പിരിഞ്ഞു. സാത്വികം, രാജസം, താമസം, വൈകാരികം, രാജസം, താമസം എന്നിങ്ങനെ 3ആയി പിരിഞ്ഞു. വൈകാരികം സാത്വികാഹങ്കാരത്തിൻ്റെ വേറൊരു പേരാണ് വൈകാരികം. അപ്പോൾ ആ വൈകാരികത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ സാത്വികാഹങ്കാരത്തിൽ നിന്ന് ദേവന്മാരുണ്ടായി. ശ്രോത്രത്തിൻ്റെ ദേവൻ ദിക്ക്, ത്വക്കിൻ്റെ ദേവൻ വായു, കണ്ണിൻ്റെ ദേവൻ സൂര്യൻ, നാവിൻ്റെ ദേവൻ വരുണൻ, ഘ്രാണം അതിൻ്റെ ദേവൻ അശ്വിനി ദേവന്മാർ. അങ്ങനെ 5 ജ്ഞാനേന്ദ്രിയങ്ങൾ. ഇനി കർമ്മേന്ദ്രിയങ്ങൾ വാക്ക്, പാണി, പാദം, പായു, ഉപസ്ഥം. അതിൻ്റെ അധിഷ്ഠാന ദേവതകൾ വാക്കിൻ്റെ ദേവത അഗ്നി, പാണിയുടെ കൈ, പാണി എന്ന് പറഞ്ഞാൽ കൈ, അതിൻ്റെ ദേവൻ ഇന്ദ്രൻ, പാദത്തിൻ്റെ ദേവൻ അച്യുതൻ, പായു അതിൻ്റെ ദേവൻ മിത്രൻ, ഉപസ്ഥം അതിൻ്റെ ദേവൻ പ്രജാപതി. പിന്നീട് മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം, ഇങ്ങനെ അന്ധക്കരണങ്ങൾ. ഇതിൽ മനസ്സിൻ്റെ അധിഷ്ഠാന ദേവൻ ചന്ദ്രൻ, ബുദ്ധിയുടെ ബ്രഹ്മാവ്, അഹങ്കാരത്തിൻ്റെ രുദ്രൻ, ചിത്തത്തിൻ്റെ ദേവൻ ക്ഷേത്രജ്ഞൻ. ഇങ്ങനെ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും അന്ധക്കരണവൃത്തികളും ഉണ്ടായി. ഹരേ കൃഷ്ണ.